കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്കൊള്ളാം. ആദ്യം ഡിഗ്രി എഴുതിയറാ ഡാൻസും പാക്കൂത്തും നടക്കണമായി ജോലി സമ്പാദിച്ചെടുക്കാൻ നോക്ക്. ജീവിതത്തിൽ എന്തെങ്കിലും ആവാൻ നോക്കടാ ഇറക്കാ. വെറുതെ വാല കോല ദിനാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കാതെ. നിന്റെ പോക്ക് ശരിയല്ല വിഷ്ണു. ഞാൻ പറഞ്ഞിരുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ഇങ്ങനെ ഇട്ട് ഉപദേശിക്കാനുള്ള ക്വാളിറ്റി ഒന്നും അച്ഛനില്ല. അച്ഛൻ ജീവിതത്തിൽ വല്ല വിജയം നേടിയിട്ടുണ്ടോ? ഇല്ലല്ല. ഒരു വിധത്തിൽ നോക്കി അച്ഛനൊരു പരാജയം തന്നെ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്ന ആൾ ഇങ്ങനെ ഇട്ട് ഉപദേശിക്കുകയാണെങ്കിൽ അത് കേൾക്കാനൊരു സുഖമുണ്ട്. കേട്ടോണ്ട് നിൽക്ക. ഇതൊരുമാതിരി ഞങ്ങ പിങ്ങ ഓരോന്നും പറഞ്ഞിട്ട്. അച്ഛാ, സാരില്ല അച്ഛാ, പോട്ടെ. സാരില്ല, പോട്ടെ. നമ്മള് വാങ്ങിച്ചു അല്ലേ, കൊടുത്ത് വാങ്ങിച്ചു. വിഷമായോ? വിഷമായോ? എവിടെയായിരുന്നു? ഞാൻ അവിടെ ഇരിക്കേണ്ടതാണ്. എന്ത് വിശക്കുണ്ടോ? അമ്മ, അച്ഛൻ ഇപ്പൊ എല്ലാവരുടെ മുമ്പിലും താന്നുവരുന്നുണ്ട്. എന്റെ അമ്മ അത് സ്നേഹം കൊണ്ടാ എന്നും പറഞ്ഞത് മുതലെടുക്കാൻ നോക്കല്ലേ. എച്ചു നിനക്ക് എന്താ പറ്റിയത്? അച്ഛൻ ചേട്ടനെ കുറച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ അത് ഉപദേശത്തിന്റെ രീതിയിലാ. പക്ഷെ അത് ചേട്ടന്റെ ഭാഗത്തുനിന്ന് വന്ന മറുപടി വേറെ രീതിയിലാ. അച്ഛനെ നന്നായിട്ട് വിഷമായിട്ടുണ്ട്. എന്തോ എനിക്ക് ചേട്ടന്റെ സംസാരം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മേ. അവനെന്താ അച്ഛനോട് പറഞ്ഞത്? കേശു, വിഷ്ണു വിളിച്ചിട്ടുണ്ടോന്നെ? ഓക്കെ. നീ അകത്തേക്ക് കയറി പോയപ്പോ അച്ഛനോട് എന്ത് പറഞ്ഞിട്ടാ പോയത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലടാ. ഇങ്ങോട്ടാ, വാടാ ഇങ്ങോട്ട്. അമ്മ എന്ത് ഒന്നും അറിയാതെ ഇങ്ങനെ വെറുതെ ചൂടാണോ? എന്തിനാ? അച്ഛന് നിന്നെ ഉപദേശിക്കാനുള്ള ക്വാളിറ്റി ഇല്ല അല്ലെ? അച്ഛൻ ജീവിത പരാജയം സംഭവിച്ച ആളാണ്. ജീവിത പരാജയം സംഭവിച്ച ഒരാൾ ഉപദേശിക്കുന്നത് കേൾക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ? ശരി, നീ അച്ഛന്റെ മുഖത്തേക്ക് നീ അച്ഛാന്ന് വിളിക്കണ്ട. അമ്മ, ഞാൻ നേരത്തെ മിണ്ടിപ്പോ ഒരു നോക്കരിഞ്ഞോളിയാ ഞാൻ അറിയാതെ ആ നേരത്തെ പറഞ്ഞു പോയി. തെറ്റാണ്. അത് ഞാൻ റൂമിൽ പോയിരുന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സോറി അമ്മ. അച്ഛനോട് സോറി പറയടാ. സോറി. എന്റെ അടുത്ത് സോറി ഒന്നും പറയണ്ടേ. ഞാൻ ഈ ജീവിത വിജയം കൈവരിച്ച ആളൊന്നുമല്ല. പരാജയം, ലോക പരാജയമാണ് ഞാൻ. നിനക്കൊക്കെ വയ്യാണ്ടായ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ എടുത്തോണ്ട് ഓടും ഹോസ്പിറ്റലിലേക്ക്. നേരെ നമ്മൾ കോളം കുത്തിയിരിക്കും അസുഖം മാറാനായിട്ട്. നീയും ലച്ചു ഒരു പരുവാവുന്നിടം വരെ അച്ഛൻ കുത്തിയിരുന്ന് ജോലി ചെയ്തിട്ടാ ഈ കുടുംബം കഴിഞ്ഞോണ്ടിരുന്നേ. അന്നേരം എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ലോകം മുഴുവനുള്ള എല്ലാ ഓഫീസിലും എന്നെ കൊണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛൻ. അച്ഛൻ ജീവിത വിജയം നേടാത്ത ആളാണ് പോലും. നാണമില്ലടാ നിനക്ക്? നീ പറയുന്ന കാര്യം കൊണ്ടേ അച്ഛൻ ജീവിത വിജയം നേടിയ ആളൊന്നും അല്ല. പിന്നെ നിനക്കൊക്കെ ഇതുവരൊന്നും സമ്പാദിച്ചു തരാനും പറ്റിയിട്ടില്ല. തന്ന സ്നേഹം മാത്രം. ആ സ്നേഹത്തില് നിനക്ക് എന്തെങ്കിലും നീ വില കുറച്ച് കാണണമെങ്കിൽ നീ തിരിച്ചാ. പിന്നെ ഈ ജീവിത വിജയം നേടിയവർക്ക് മാത്രമേ ഉള്ളൂ ജീവിത പരാജയം സംഭവിച്ചവർക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് തോന്നണമെങ്കിൽ മകളെ എന്നാ കൊന്നോളൂ. പറഞ്ഞില്ല, അറിയാതെ പറഞ്ഞത് പറഞ്ഞില്ല. സോറി, വോട്ടറാ.